കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും വ്യക്തിപ്രഭാവങ്ങൾക്കും നാടകീയമായ തിരിവുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പത്തനാപുരത്തിന് വെറും ഒരു ജനവിധി മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയുടെയും വിശ്വസ്തതയുടെയും ഒരു വലിയ വിചാരണ കൂടിയാണ്. സിറ്റിംഗ് എംഎൽഎയും മന്ത്രിയുമായ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സോളാർ ഗൂഢാലോചന കേസിൽ ഉയർന്നിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ മണ്ഡലത്തിൽ അന്തരീക്ഷത്തെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. വികസന നായകൻ എന്ന പ്രതിച്ഛായയിൽ വോട്ട് തേടി ഇറങ്ങിയ ഗണേഷ് കുമാറിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് തന്റെ രാഷ്ട്രീയ ഗുരുവായ ഉമ്മൻചാണ്ടിയെ ചതിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ്. പത്തനാപുരത്തെ രാഷ്ട്രീയ ചർച്ചകളെ ചടുലമാക്കിയത് കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വന്ന ഒരു മൊഴിയാണ്. ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എസ് സഞ്ജയ് ഖാൻ നൽകിയ വെളിപ്പെടുത്തലുകൾ ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കരിനിഴലായി മാറിയിരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാറിനെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തതിലുള്ള പകയാണ് സോളാർ കേസിന് പിന്നിലെന്ന സഞ്ജയ് ഖാന്റെ മൊഴി ഗൗരവകരമാണ്. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ ഉൾപ്പെടുത്തി നാറ്റിക്കും, അടുത്ത തവണ LDF-ൽ ചേർന്ന് മന്ത്രിയാകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതായി സഞ്ജയ് ഖാൻ കോടതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു. 2001 മുതൽ 4 വരെ ഗണേഷിന്റെ വിശ്വസ്തനായിരുന്ന ഒരാളിൽ നിന്നും ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടായത് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് വലിയ ബലം നൽകുന്നു. ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് കോടതി രേഖകളിൽ പതിഞ്ഞ മൊഴിയാണെന്നത് ഗണേഷ് കുമാറിന് പ്രതിരോധിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന് ലഭിക്കുന്ന ആദരവ് പത്തനാപുരത്ത് മുട്ടും കുറവല്ല. സാധാരണക്കാരായ ജനങ്ങളുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കുള്ള മറുപടിയാകും ഈ തിരഞ്ഞെടുപ്പ് എന്ന UDF പ്രചാരണം പത്തനാപുരത്തെ വോട്ടർമാർക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതും വളർത്തിയതും ഉമ്മൻചാണ്ടിയായിരുന്നു. ആ പിതൃതുല്യനായ നേതാവിനെ വ്യക്തിപരമായ പകപോക്കലിനായി ക്രൂരമായി വേട്ടയാടി എന്ന പ്രചാരണം കുടുംബങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിനും കാരണമായിട്ടുണ്ട്. വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വോട്ടർമാർ തിരിച്ചു ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ ചതിയെക്കുറിച്ചാണ്. വഞ്ചനയുടെ കറുത്ത പാടുകൾ വികസനത്തിന്റെ തിളക്കം കൊണ്ട് മറയ്ക്കാൻ ഗണേഷിന് സാധിക്കുമോ എന്നതാണ് പത്തനാപുരം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിന്റെ മികച്ച വാഗ്മിയും ചാനൽ ചർച്ചകളിലെ കരുത്തുറ്റ മുഖവുമായ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് എത്തിയതോടെ പോരാട്ടം കടുത്തു. വെറുമൊരു സ്ഥാനാർത്ഥി എന്നതിലുപരി ഉമ്മൻചാണ്ടിക്ക് നീതി തേടി ഇറങ്ങിയ പോരാളി എന്ന നിലയിലാണ് ചാമക്കാല വോട്ട് തേടുന്നത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചും അദ്ദേഹത്തിന്റെ സ്മരണകൾ ഓരോ പ്രസംഗത്തിലും ഉയർത്തിക്കാട്ടിയും ചാമക്കാല നടത്തുന്ന നീക്കങ്ങൾ പത്തനാപുരത്തെ UDF പ്രവർത്തകർക്കിടയിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി ഗണേഷ് കുമാറിന്റെ അപ്രമാദിത്വത്തിന് മുന്നിൽ തളർന്നുപോയ കോൺഗ്രസ് സംവിധാനം ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഗണേഷ് കുമാറിനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങളെക്കാൾ രാഷ്ട്രീയമായ ചതിയുടെ കഥകൾക്കാണ് വോട്ടർമാർക്കിടയിൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഗണേഷ് കുമാർ പത്തനാപുരത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആർക്കും തള്ളിക്കളയാനാവില്ല. മികച്ച റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ എന്നിവ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളാണ്. എന്നാൽ ഇത്തവണ വികസനം മാത്രം ചർച്ചയാക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. പരാതിക്കാരിയുടെ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയത് ഗണേഷ് കുമാർ ആണെന്ന ആരോപണം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് സഞ്ജയ് ഖാന്റെ പുതിയ മൊഴി വന്നത്. ഇത് ഗണേഷിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു. പത്തനാപുരത്തെ നിർണായക ശക്തിയായ NSS താലൂക്ക് യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിട്ടതും സമുദായ നേതൃത്വമായി ഗണേഷ് അകന്നതും തിരിച്ചടിയാണ്. സമുദായ വോട്ടുകൾ ഏകീകരിക്കാൻ UDF-ന് സാധിച്ചാൽ അത് ഗണേഷിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. ഗണേഷ് കുമാർ LDF-ന്റെ ഭാഗമാണെങ്കിലും CPM-ലെ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോട് യോജിക്കുന്നില്ല. ഗണേഷിന്റെ വ്യക്തിപരമായ സ്വാധീനം പാർട്ടിയേക്കാൾ വളരുന്നത് പ്രാദേശിക നേതാക്കൾക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഈ അതൃപ്തി വോട്ടിംഗിൽ പ്രതിഫലിക്കുമോ എന്നത് കണ്ടറിയണം. മന്ത്രിസ്ഥാനം ലക്ഷ്യം വെച്ച് ഗണേഷ് കുമാർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. പണ്ട് കേരള കോൺഗ്രസ് B പിളർന്നതും അച്ഛൻ R ബാലകൃഷ്ണനുമായി ഉണ്ടായ തർക്കങ്ങളും എല്ലാം രാഷ്ട്രീയമായി ഗണേഷിനെ വേട്ടയാടുന്നു. കുടുംബ പ്രശ്നങ്ങൾ കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അതിന് ഉമ്മൻചാണ്ടിയെ പഴിച്ചതാണ് എല്ലാ ഗൂഢാലോചനകൾക്കും കാരണമെന്ന മൊഴി രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെയാണ് കാണുന്നത്. പത്തനാപുരത്തെ വോട്ടർമാർ ഇത്തവണ ചിന്തിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തങ്ങളുടെ മണ്ഡലത്തിൽ വന്ന വികസനം. 2, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയ നേതാവിനെ ചതിച്ചു എന്ന ആരോപണം. ഇതിൽ ഏതിനാണ് വോട്ടർമാർ മുൻഗണന നൽകുക എന്നതാണ് പത്തനാപുരത്തെ ഫലം നിർണ്ണയിക്കുക. നിഷ്പക്ഷ വോട്ടർമാരുടെ നിലപാടിൽ സോളാർ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മന്ത്രിയാക്കിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ നാറ്റിക്കുമെന്ന വാക്കുകൾ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഗണേഷിനോടുള്ള മതിപ്പ് കുറച്ചിട്ടുണ്ട്. മറുവശത്ത് ചാമക്കാല നടത്തുന്ന ആവേശകരമായ പ്രചാരണം യുവ വോട്ടർമാരെയും ആകർഷിക്കുന്നു. പത്തനാപുരം ഇത്തവണ ഒരു വികാരപരമായ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഹാട്രിക് വിജയത്തിനായി LDF-ഉം തങ്ങളുടെ പഴയ കോട്ട തിരിച്ചുപിടിക്കാൻ UDF-ഉം നടത്തുന്ന ഈ യുദ്ധത്തിൽ സോളാർ ഒരു നിർണായക ആയുധമായി മാറി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണമാണ് പത്തനാപുരത്ത് നേരിടുന്നത്. ഉമ്മൻചാണ്ടി എന്ന വികാരം ബാലറ്റ് പെട്ടിയിൽ സഹതാപ തരംഗമായി മാറിയാൽ പത്തനാപുരത്ത് അട്ടിമറി വിജയം ഉറപ്പാണ്. വഞ്ചനയുടെ രാഷ്ട്രീയമാണോ വികസനത്തിന്റെ രാഷ്ട്രീയമാണോ പത്തനാപുരം സ്വീകരിക്കുക എന്നത് കേരളം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. ഏതായാലും ഗണേഷ് കുമാറിന്റെ അപ്രമാദിത്യം തകർക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ആയുധമായി സഞ്ജയ് ഖാന്റെ കോടതി മൊഴി മാറിയിരിക്കുന്നു. പത്തനാപുരത്തെ ജനവിധി രാഷ്ട്രീയ കേരളത്തിലെ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.